ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലെ എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻ നമ്പർ 4 184 ആണ് പേജ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻസ് ഞാൻ അതിൻ്റെ നമ്പേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, മൊത്തം തികയത്തില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്ന് വായിച്ചിട്ട് ചെയ്യാവേ. ഫസ്റ്റ് വൺ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ. ഇതാണ് ഫസ്റ്റ്. ഏതാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ആണ്. എന്താ ഇതിനെ എന്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്റ്റാൻഡേർഡ് ഫോമിൽ, എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നത്. നമുക്കറിയാം, നമ്മളോടാ കളി അല്ലേ. എന്നാ എഴുതും നിങ്ങൾ? പോയിന്റ്. എവിടുന്ന് പോയിന്റ് മാറ്റും? ഇവിടുന്ന്. അപ്പം 3 പോയിന്റ്. ബാക്കി എന്നാ കിടപ്പുണ്ട്? 84000. അപ്പൊ അതൊക്കെ വേണോ? 84 മാത്രം മതി അല്ലേ? ഒക്കെ നോക്കിക്കേ. ഒന്നി നമ്മൾ എങ്ങനെ നോക്കുന്നത്? പോയിന്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4 5 6 7 8 അങ്ങനെ നോക്കി. അല്ലെങ്കിൽ 1 2 3 4 5 6 7 8 ഇവിടെ നമ്മൾ പോയിന്റ് വന്നു. 8. എങ്ങനെ നോക്കിയാലും ആൻസർ കറക്റ്റാ കേട്ടോ. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിൽ, വാക്വം എന്ന് പറഞ്ഞാൽ എയർ ഒന്നുമില്ല, അവിടെ ലൈറ്റിന്റെ സ്പീഡാണ് ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് എഴുതി കഴിയുമ്പോൾ ഇത് വായിക്കും. ഇപ്പൊ വായിക്കാൻ പാടല്ലേ? നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. എവിടെയാ പോയിന്റ് കൊടുക്കുന്നത്? 3 കഴിഞ്ഞല്ലേ? 3 പോയിന്റ്. അത് കഴിഞ്ഞ് വല്ല ഇട്ട് കൊടുക്കണം. അപ്പൊ പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 3.00 എന്നാണ്. അപ്പൊ വേണോ? പോയിന്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. 3 ഇൻറ്റു പോയിന്റ് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പൊ നമ്മൾ തന്നെയായിരുന്നു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? ഇപ്പൊ നമ്മൾ സംഖ്യ വായിച്ചു. 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. നമ്മൾ വായിച്ചേ. ഓക്കെ, ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഓഫ് എർത്ത്. എർത്തിന്റെ ഡിസ്റ്റൻസ് ആണ് 3 മീറ്റർ. ഓക്കെ, 3 മീറ്റർ ആണ്. ഓക്കെ, നമ്മളിപ്പോ ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിക്കേ. 1 കഴിഞ്ഞ ഇത് കോമാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, 1 കഴിഞ്ഞ പോയിന്റ്. ബാക്കി സംഖ്യ എന്താണ്? 2 7 5 6 എഴുതി. 2 7 കണ്ടോ? സീറോസ് ഒക്കെയാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് നമ്പേഴ്സ് കിടപ്പുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. പോയിന്റ് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 10⁻7 മീറ്റർ. ഇപ്പൊ നിങ്ങൾ എന്നാ എഴുതും? 1.2756 × 10⁻7 മീറ്റർ ആണ് എർത്തിന്റെ ഡിസ്റ്റൻസ്. ഈ പറഞ്ഞാലും ഒന്ന് ഇങ്ങോട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 2 3 4 5 6 7 കണ്ടോ? 7 പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് കൊടുത്തത്. അങ്ങനെ എഴുതാമല്ലോ. അപ്പൊ ഇതൊന്ന് പറഞ്ഞേ, ഇതൊന്ന് എഴുതിക്കേ. ഇതെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലല്ലോ. ഡയമീറ്റർ ഓഫ് ദ സൺ ആണ് കേട്ടോ. ഡയമീറ്റർ ഓഫ് ദി സൺ. അപ്പൊ എത്ര വരും? സോറി, ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് അല്ലായിരുന്നു. സോറി മക്കളെ, മുമ്പത്തേത് ഡയമീറ്റർ ഓഫ് ദ എർത്ത് കേട്ടോ. ഇത് ഡയമീറ്റർ. സണ്ണിന്റെ ചുറ്റുമാണോ ഇത്രയും ഉണ്ടെന്ന്. ഓക്കെ, എഴുതുമ്പോ എങ്ങനെ എഴുതും? 1.4. അത് കഴിഞ്ഞാൽ എഴുതണോ? വേണ്ടല്ലോ, സീറോസ് വേണ്ട. അപ്പൊ 1.4 ഇൻറ്റു 10⁻, എത്രയാണ്? ഇവിടെ കൊടുത്തു. ബാക്കി 1 2 3 4 10⁻9 മീറ്റർ. എളുപ്പല്ലേ? ഓക്കെ, ഇതെന്ന് പറയുന്നത് ദ ഗാലക്സി. ഇൻ ഗാലക്സി there are an average of ഇത്രയും സ്റ്റാർസ് ഉണ്ട്. ഒരു ഗാലക്സിയിൽ എത്ര ഗാലക്സി ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. കുറെ ഗാലക്സി ഉണ്ട്. അതിൽ ഒരു ഗാലക്സിയിൽ ഇത്രയും സ്റ്റാർസ് ഉണ്ടെന്ന്. നമുക്ക് ഇതിന്റെ എത്ര ഉണ്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 പോയിന്റ് ഇടണോ? ബാക്കിയെല്ലാം സീറോസ്, അപ്പൊ വേണ്ട അല്ലേ? ഇൻറ്റു 10⁻. ബാക്കി എത്ര? ഇവിടെ പോയിന്റ് വന്നു. ബാക്കി 2 5 3 8 8 11 അല്ലേ? ഇവിടുന്ന് 3 6 9 11 കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് കൊടുത്തത്. 10⁻11 സ്റ്റാർസ് ഉണ്ട്. കണ്ട മക്കളെ? ഓക്കെ, നമുക്കിനി 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ എഴുതാൻ പെട്ടെന്ന്. ഞാന് ആദ്യം എഴുതിയുള്ളൂ. ഞാൻ പറയുന്ന ഈ ബോർഡിന് സൈസ് പോരാണ്. വലിയ ബോർഡ് മേടിക്കണം. നമ്മൾ അടുത്ത് തന്നെ എഴുതാൻ പോകുന്നത്. അടുത്ത, ദ യൂണിവേഴ്സ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി അബൌട്ട് ഇത്ര ഇയേഴ്സ് ഓൾഡ് ആണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ എത്രാമത്തെ ആയിരുന്നു? 6th one ആണ്. സംഖ്യ എഴുതട്ടെ, എണ്ണി എടുത്തിട്ട് കേട്ടോ. 12 കഴിഞ്ഞ 1 2 3 12. അതായത് നമ്മുടെ യൂണിവേഴ്സിന് ഇത്രയും വർഷം പഴക്കം ഉണ്ടെന്ന്. അത്ര നമ്മൾ വായിച്ചിട്ടുള്ളൂ ഇപ്പൊ അത്. ഓക്കെ, എങ്ങനെ എഴുതുന്നത്? പോയിന്റ് കൊടുക്കും അല്ലേ? 1 കഴിഞ്ഞ പോയിന്റ്, പിന്നെ 2
വേറെ അതിന് സീറോസാ കൊടുക്കണോ പ്രത്യേകിച്ച് വേറെ എണ്ണിക്കേ. പക്ഷെ പോയിന്റ് കഴിഞ്ഞ് എത്ര സാധനം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 ഇയേഴ്സ് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സംഖ്യ എഴുതാൻ പോവാണ്. ഒന്ന് 2 3 4 5. ഞാനിങ്ങനെ എണ്ണി എടുത്തേട്ടെ എത്ര സീറോസ് ഉണ്ട്, എത്ര സെറ്റ് ഓഫ് സീറോസ് ഉണ്ടെന്ന്. ഇതെന്നാന്ന് ചോദിച്ചാൽ ദ ഡിസ്റ്റൻസ് ഓഫ് സൺ ഫ്രം ദ സെന്റർ ഓഫ് ദ മിൽക്കി വേ ഗാലക്സി. അതായത് സെന്ററിൽ നിന്ന് സണ്ണിന്റെ ഡിസ്റ്റൻസ് ഇത്രയുണ്ടെന്ന്, ഇത്രയും മീറ്റർ. നമ്മളിത് എഴുതും എത്രയാ? ഇവിടുന്ന് ഒരു സാധനം മാറ്റി പോയിന്റ് ഇടും. പോയിന്റ് ഇടണോ? ബാക്കി എല്ലാം സീറോസാ. പോയിന്റ് ഇടണോ? വേണ്ട മക്കളെ. ഇൻറ്റു 10 എത്ര സീറോസ് ഉണ്ട്? 3 3 6 9 12 15 18 20. ഇത്രയുണ്ട് അല്ലേ? അല്ല ഇവിടുന്ന് എണ്ണി നോക്കുക. അല്ല ഇവിടുന്ന് പോയിന്റ് കഴിഞ്ഞാൽ അത്രയുണ്ടെന്ന് എണ്ണുക. അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ പിന്നെ വെറുതെ ചുമ്മാ പറയണ്ട. നമ്മൾ അടുത്ത സംഖ്യ എഴുതാൻ പോകണം. അടുത്തൊരു വലിയ സംഖ്യയാണ്. 1 2 3 4 5 6 60 230 കഴിഞ്ഞ് 1 2 3 4 5 6. അയ്യോ, നമ്മൾ എഴുതാൻ പോകുന്നത് എന്നാന്നറിയാം. ഈ ആളെന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് കണ്ടെയ്ൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ വെയിങ് 1.8 gram. അതായത് ഒരു തുള്ളി വെള്ളം 1.8 gram ഉള്ള ഒരു തുള്ളി വെള്ളത്തില് ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എഴുതിക്കാൻ സ്റ്റാൻഡേർഡ് ഫോം എഴുതുമ്പോൾ നമ്മളിവിടെ പോയിന്റ് ഇടുന്നല്ലേ. പോയിന്റ് ഇത് വേണ്ടേ? ഇതൊക്കെ വേണം. 2 3 വരെ വേണം കേട്ടോ. ബാക്കി വേണ്ട. ഈ സീറോ വേണം കേട്ടോ. കാരണം പോയിന്റ് കഴിഞ്ഞ് 2 3 ഉള്ളിലുള്ളത്, ബാക്കിയൊന്നും വേണ്ട. പോയിന്റ് കൊടുക്കാൻ പോവാം. എണ്ണിക്കോ കഴിഞ്ഞ ഇവിടെ ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് 1 2. ഞാൻ എണ്ണി മടുത്തു. 22 6.023 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടെന്ന്. ശരിയാണോ? 3 6 9 12 18 കേട്ടോ. നമ്മൾ സ്ഥലം തീർന്നു. ഇനി 2 എണ്ണം ഉണ്ട്. അവർ പെട്ടെന്ന് എഴുതാവേ. നമ്മുടെ വീഡിയോ വലുതായി പോകും. വീഡിയോ വലുതായി നിങ്ങൾ കാണത്തില്ല, എനിക്കറിയാം. അടുത്ത ചെറുതാണ് 1353. പിന്നെ എത്രയുണ്ട്? എത്രാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ ഇത്? 1 2 3 4 5. തലയ്ക്ക് വട്ടായി. ഇതെല്ലാം ഇത്രയും സംഖ്യകൾ വെച്ച് എഴുതിയിട്ട്. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എത്രയാ? നമ്മൾ 1 കഴിഞ്ഞ് പോയിന്റ് കൊടുത്തു. 1. ബാക്കി എത്രയാണ്? 353 എഴുതി ഇൻറ്റു 10⁻. എത്ര സാധനം? 1 2 3 4 5 6 7 8 9. എളുപ്പമല്ലേ? അല്ല ഇവിടെ തന്നെ 1 2 3 4 5 6 7 8 9. ഇവിടെയാണ് പോയിന്റ് കൊടുത്തത്. 4 എണ്ണം കൂടെ. ഇത് ആരാണ്? ഇത് എർത്ത് ഹാസ് ഇത്രയും ക്യൂബിക് കിലോമീറ്റർ ഓഫ് സീ വാട്ടർ. ഇത്രയും വെള്ളം ഉണ്ടെന്ന്. ഇത്രയും കിലോമീറ്റർ ക്യൂബ്. അടുത്തത് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പോപ്പുലേഷൻ 2001 കേട്ടോ. ഇപ്പോഴൊന്നും അല്ല. നമുക്കത് ഇപ്പൊ എത്ര വർഷമായെന്ന് വിചാരിച്ചോണേ. പോപ്പുലേഷൻ 1027. അയ്യോ, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒന്ന് വായിച്ചേ. എങ്ങനെ വായിക്കും? 1 സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിക്കേ. ഇവിടെ വരെ വേണം. 1 2 3 ഇവിടെ വരെ 7 വരെ മതി അല്ലേ? കാരണം ബാക്കിയെല്ലാം സീറോയ. ഇൻറ്റു 10⁻. അയച്ച മക്കളെ 1 2 3 4 5 6 7 8 9. 10⁻9 ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ അല്ലേ? ഇവിടുന്ന് 1 2 3 7 8 9 കണ്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എഴുതാൻ പഠിച്ചു അല്ലേ? നമ്പർ എഴുതി കൈ കഴിച്ചു. ഇത്രയും വലിയ സംഖ്യകൾ കണ്ടപ്പോൾ എങ്ങനെ ഇത് വായിക്കണം? നമ്മൾ ഈസി ആയിട്ട് വായിച്ചെടുത്ത്. ഇതിപ്പോൾ ഇത്ര വലുതായിട്ട് തോന്നുന്നുണ്ട്. ഇത്രയും വലുതായിട്ട് കിടക്കുന്ന ഇത് കാണുമ്പോൾ എക്സ്പൊണൻഷ്യലാണ് സ്റ്റാൻഡേർഡ് എക്സ്പൊണൻഷ്യൽ ഫോം. എളുപ്പമല്ലേ? സിമ്പിളാണ്. ഒന്നുമില്ല. ലെഫ്റ്റ് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്ത് സംഖ്യ അങ്ങോട്ട് എഴുതുക. ബാക്കി നിങ്ങൾ 10⁻ പവറായിട്ട് എഴുതുക. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുന്നു. നമുക്കിനി ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ചാപ്റ്ററോട്ട് തുടങ്ങാൻ പോവാണേ. ഓക്കെ, എല്ലാവരും ഇത് പഠിക്കണം. കണ്ടിട്ട് 1 2 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്തിട്ട്, തൊട്ട് മുമ്പുള്ള വീഡിയോ എക്സാമ്പിൾസ് തന്നില്ല, അത് വീഡിയോ ചെയ്തിട്ട്
ഇത് നിങ്ങൾ നോക്കാതെ തന്നെ എഴുതുക, എന്നിട്ട് തെറ്റിയോ നോക്കുക, തെറ്റിയെങ്കിൽ തിരുത്തുക. അത്രേ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്യുമോ? താങ്ക് യു.